ഒരു വിപ്ലവം സൃഷ്ടിച്ചാൽ മാത്രം പോരാ, അതിനെ സംരക്ഷിക്കാൻ കൂടി നമ്മൾ പഠിക്കണം എന്ന സഖാവ് ലെനിൻ്റെ വാക്കുകൾ തൻ്റെ പ്രസംഗത്തിൽ എപ്പോഴും സഖാവ് ഫിദൽ കാസ്ട്രോ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇത് ക്യൂബൻ ജനതയുടെ ഹൃദയത്തിലേക്ക് എത്തിയൊരു സന്ദേശമായിരുന്നു. 47 വർഷക്കാലം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ക്യൂബൻ വിപ്ലവത്തെ അദ്ദേഹം കാത്തുസൂക്ഷിച്ചത് ഈ കൃത്യമായ സന്ദേശത്തിലൂടെയായിരുന്നു. 1991 മുതൽ 1999 വരെയുള്ള ഒരു കാലഘട്ടം ക്യൂബയ്ക്ക് ഏറ്റവും കടുത്തതായിരുന്നു. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടെ ക്യൂബൻ സാമ്പത്തിക രംഗം തകർച്ചയെ നേരിടുന്ന ഒരു കാലമായിരുന്നത്. ഈ സാഹചര്യം മുതലാക്കി അമേരിക്ക കൂടുതൽ ഉപരോധങ്ങൾ ക്യൂബക്ക് നേരെ ശക്തിപ്പെടുത്തുകയുണ്ടായി. ക്യൂബയുമായി കച്ചവടം നടത്തുന്ന മറ്റു രാജ്യങ്ങളെ പോലും ശിക്ഷിക്കുന്ന നിയമങ്ങൾ അമേരിക്ക കൊണ്ടുവന്നു. എന്നാൽ ഈ ഭീഷണികൾക്ക് മുമ്പിൽ കാസ്ട്രോയും ക്യൂബയും മുട്ടുമടക്കിയില്ല. അതിനെ പ്രത്യേക കാലഘട്ടം, സ്പെഷ്യൽ പീരീഡ് എന്നായിരുന്നു സഖാവ് കാസ്ട്രോ വിളിച്ചിരുന്നത്. സോഷ്യലിസം സംരക്ഷിക്കാൻ, ത്യാഗം സഹിക്കാൻ ഈ പ്രത്യേക കാലഘട്ടത്തിൽ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആഹ്വാനം ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുകയായിരുന്നു. സാമ്പത്തിക തകർച്ച ഉണ്ടായിരുന്നിട്ടും റേഷൻ സംവിധാനമോ സൗജന്യ വിദ്യാഭ്യാസമോ ചികിത്സയോ സ്വകാര്യവൽക്കരിക്കാൻ ഒരിക്കലും അദ്ദേഹം തയ്യാറായില്ല. സാമ്രാജ്യത്വത്തിനെതിരെയുള്ള പോരാട്ടത്തെ ആശയങ്ങളുടെ യുദ്ധം, ബാറ്റിൽ ഓഫ് ഐഡിയാസ് എന്നായിരുന്നു അദ്ദേഹം വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. ശരിയായ ആശയങ്ങളും രാഷ്ട്രീയ ബോധവുമുള്ള ജനങ്ങളെ തോൽപ്പിക്കാൻ ഒരു സാമ്രാജ്യത്വ ശക്തിയും കഴിയില്ലെന്ന് സഖാവ് കാസ്ട്രോ ഉറച്ചു വിശ്വസിച്ചു. അദ്ദേഹം അത് ലോകത്തിന് മുന്നിൽ തെളിയിച്ചു. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർക്കും പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർക്കും എല്ലാം ഫിദലിനോടും ക്യൂബയോടും എല്ലാ കാലത്തും വലിയ സ്നേഹമായിരുന്നു. 1992 ക്യൂബ കടുത്ത പട്ടിണിയിലായപ്പോൾ അന്നത്തെ CPIMൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് ഹർകിഷൻ സുർജിത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ തൊഴിലാളികളും കർഷകരുമെല്ലാം ചേർന്ന് ക്യൂബയിലേക്ക് 10,000 ടൺ ഗോതമ്പും മരുന്നുകളും കപ്പലിൽ കയറ്റി അയക്കുകയായിരുന്നു. ഹവാന തുറമുഖത്ത് വെച്ച് ആ കപ്പൽ സ്വീകരിച്ചുകൊണ്ട് സഖാവ് കാസ്ട്രോ വികാരധീനനായി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഈ 10,105 ടൺ ഗോതമ്പ് വെറും ഒരു പ്രതീകമല്ല, ഇത് ഇന്ത്യയിലെ ജനങ്ങളുടെ ഐക്യദാർഢ്യത്തിൻ്റെ 10,105 ടൺ കരുത്താണ് എന്നായിരുന്നു കാസ്ട്രോയുടെ പ്രഖ്യാപനം. അമേരിക്കൻ ഉപരോധങ്ങൾ കൊണ്ട് ക്യൂബൻ ജനതയെ പട്ടിണിക്കിട്ട് കൊല്ലാൻ നോക്കിയപ്പോൾ ഇന്ത്യയിലെ പാവപ്പെട്ട അധ്വാനിക്കുന്ന മനുഷ്യർ തങ്ങളുടെ വിയർപ്പിൻ്റെ പങ്ക് ക്യൂബക്ക് അയച്ചു നൽകുകയായിരുന്നു.